കോഴിക്കോട് തിരുവമ്പാടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ KCB ജീവനക്കാർ മർദ്ദിച്ചെന്ന കേസിൽ ജീവനക്കാർക്കെതിരെ തൽക്കാലം കടുത്ത നടപടികൾ പാടില്ലെന്ന് ഹൈക്കോടതി. ലൈൻമാൻ പ്രശാന്ത്, കരാർ ജീവനക്കാരൻ അനന്തു എന്നിവർക്കെതിരെ നടപടി പാടില്ല എന്നാണ് നിർദ്ദേശം. ജീവനക്കാരെ പോലീസിന് ചോദ്യം ചെയ്യാം. നിഷ്പക്ഷവും സുതാര്യവുമായ അന്വേഷണം നടക്കട്ടെയെന്നും കോടതി പറഞ്ഞു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഈ തിരുവമ്പാടിയിലെ സംഭവം, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ KCB ജീവനക്കാർ മർദ്ദിച്ചു എന്ന കേസിൽ ഹൈക്കോടതി ഇതിൽ എന്ത് നിലപാടാണ് എടുത്തത്, എന്ത് നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്? ലക്ഷ്മി, തിരുവമ്പാടിൽ KCB ജീവനക്കാർ മർദ്ദിച്ചെന്ന കേസിലാണ് ഇപ്പോൾ ജീവനക്കാർക്കെതിരെ തൽക്കാലം കടുത്ത നടപടികൾ പാടില്ല എന്നുള്ള ഒരു ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ലൈൻമാൻ പ്രശാന്ത്, കരാർ ജീവനക്കാരൻ അനന്തു എന്നിവർക്കെതിരെ ഓഗസ്റ്റ് 21 വരെ കടുത്ത നടപടികൾ പാടില്ല. പക്ഷേ അന്വേഷണവുമായിട്ട് പോലീസിന് മുന്നോട്ട് പോകാം. പോലീസിന് ഈ രണ്ട് ജീവനക്കാരെയും ചോദ്യം ചെയ്യുകയും ചെയ്യാം. നിഷ്പക്ഷവും സുതാര്യവുമായിട്ടുള്ള അന്വേഷണമായിരിക്കണം വേണ്ടത് എന്നുള്ള ഒരു പരാമർശം കൂടി ജസ്റ്റിസ് ബദറുദ്ദീന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ലൈൻമാൻ പ്രശാന്തും കരാർ ജീവനക്കാരൻ അനന്തും ഹൈക്കോടതിയെ സമീപിച്ചത്. അതിൽ തന്നെയാണ് ഇടക്കാല ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. ഈ വൈദ്യുതി വിച്ഛേദിക്കാനെത്തിയ KCB ജീവനക്കാർ തങ്ങളെ മർദ്ദിച്ചുവെന്ന് അജ്മലിന്റെ ഉമ്മ നേരത്തെ പോലീസിന് പരാതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് എടുത്തുകൊണ്ടുള്ള നടപടികളിലേക്ക് കടന്നത്. എന്തായാലും അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ യാതൊരു തടസ്സവുമില്ലെന്ന് ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ഓഗസ്റ്റ് 21 വരെ കടുത്ത നടപടികൾ പക്ഷേ ഭാഗത്തു നിന്നും ഈ രണ്ട് ജീവനക്കാർക്കെതിരെയും പാടില്ല എന്നുകൂടി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഹൈക്കോടതി ഈ ഹർജി ഓഗസ്റ്റ് 21 വീണ്ടും പരിഗണിക്കും. നേരത്തെ ഈ വൈദ്യുതി വിച്ഛേദിക്കാനെത്തിയ ജീവനക്കാർ തങ്ങളെ മർദ്ദിച്ചു എന്ന് അജ്മലിന്റെ ഉമ്മ പരാതി കൊടുക്കുകയും ഇവർ തന്നെ വേറെ ഈ KCB ഓഫീസർ അജ്മലിന്റെ നേതൃത്വത്തിൽ ആക്രമണം നടത്തി, അല്ലെങ്കിൽ അതിക്രമിച്ചു കയറി അവിടുത്തെ വസ്തുവകൾ നശിപ്പിച്ചു എന്നുള്ള രീതിയിൽ പരാതി എടുക്കുകയും പിന്നീട് ഈ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ആ ഒരു സംഭവത്തിൽ തന്നെയാണ് ഈ തുടർ ഒരു കേസും നടപടികളും ഉണ്ടായത്. ആ കേസിലെ നടപടികളിൽ പക്ഷേ കടുത്ത രീതിയിലുള്ള മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ലൈൻമാൻ പ്രശാന്തിനെതിരെ, കരാർ ജീവനക്കാരനെതിരെ ഉണ്ടാകരുത് എന്നാണ് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം. പക്ഷെ നിഷ്പക്ഷവും സുതാര്യവുമായിട്ടുള്ള രീതിയിൽ അന്വേഷണമായിട്ട് പോലീസ് മുന്നോട്ട് പോകാമെന്നും സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി. രേഷ്മ, വലിയ കോളിളക്കം സംഭവിച്ചതാണല്ലോ. കാരണം ഈ റസാഖിന്റെ വീട്ടിലെ വൈദ്യുതി ബന്ധം ഒരു പ്രതികാര നടപടി എന്നാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ളത്. അങ്ങനെ വിച്ഛേദിച്ചതിൽ 30 മണിക്കൂറിലേറെ നീണ്ട പ്രശ്നങ്ങൾക്കൊക്കെ ഒടുവിലാണല്ലോ വൈദ്യുതി പുനഃസ്ഥാപിച്ചത്. ആ ഒരു വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും സ്വമേധയാ കേസ് എടുത്തിരുന്നല്ലോ. തീർച്ചയായിട്ടും ലക്ഷ്മി, കാരണം റസാഖിന്റെ നേതൃത്വത്തിൽ അവിടെ ഈ ഒരു സമരം അല്ലെങ്കിൽ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോയ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. തുടർന്നായിരുന്നു ഇക്കാര്യത്തിൽ KCB കുറച്ച് അയവ് വരുത്തിയത്, നടപടികളിൽ മേലെ അയവ് വരുത്തിയത് വലിയ രീതിയിൽ വിവാദമാവുകയും മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനമാണ് അല്ലെങ്കിൽ രീതിയാണ്, നടപടിയാണ് KCBയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ള വിമർശനം ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിൽ തന്നെയാണ് അജ്മലിന്റെ ഉമ്മ ഈ KCB ജീവനക്കാർക്കെതിരെ പരാതി കൊടുക്കുകയും അതിന്മേലെ നടപടി പോലീസ് സ്വീകരിക്കുകയും ചെയ്തു. ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് ഈ ജോലി ആ സമയത്ത് ആ ദിവസം തങ്ങൾ ജോലിയിൽ ഇല്ലായിരുന്നു എന്നുള്ള ഒരു വാദം മുൻനിർത്തിക്കൊണ്ടാണ്. പ്രശാന്ത് അടക്കം ഇന്ന് ഈ ഹർജി പരിഗണിച്ച വേളയിൽ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് ആ ദിവസം ജോലിയിൽ പോലും ഇല്ലായിരുന്നു, ഈ കേസ് കെട്ടിച്ചമച്ചതാണ്, അതുകൊണ്ട് തന്നെ ഈ കേസ് റദ്ദാക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ഹർജിക്കാർ ഉന്നയിച്ചത്. എന്തായാലും താൽക്കാലികമായിട്ടുള്ള ഒരു ഇടക്കാല ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കേസിൽ കടുത്ത നടപടികൾ ഓഗസ്റ്റ് 21 വരെ പാടില്ല. പക്ഷെ ചോദ്യം ചെയ്യുകയും മറ്റ് രീതിയിലുള്ള ഈ അന്വേഷണമായിട്ട് പോലീസിന് മുന്നോട്ട് പോവുകയും ചെയ്യാമെന്നാണ് കോടതി ഇടക്കാല ഉത്തരവിട്ടിരിക്കുന്നത്. രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.